ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിനി ആത്മാക്കളെ കാണണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അടച്ചു കളഞ്ഞ പോലെ നമ്മൾ പറയുകയാണ് ഇതൊന്നും സയൻറ്റിഫിക് അല്ല. അപ്പോൾ സയൻറ്റിഫിക് അല്ലാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ ഈ ലോകത്ത്, അതൊക്കെ നമുക്ക് നഷ്ടമാവുകയാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. മറ്റൊരു രൂപത്തിൽ ഇവിടുന്ന് പോയ മനുഷ്യർക്ക് വരാൻ പറ്റുമോ? ഇപ്പം നമ്മൾ പറയുന്നില്ലേ ഒരാൾ വെളിച്ചപ്പാടായി, അപ്പോൾ അയാളുടെ ഉള്ളിലേക്ക് ദേവിയുടെ എനർജി കയറി എന്ന് പറയുന്ന പോലെ നമ്മളൊരു വെസലാവുകയാണ്. മരണശേഷം ഓരോ കൾച്ചറിലും വെച്ചിട്ടുള്ള റൂൾസ് ഡിഫറെൻ്റാണ്. നമ്മൾ 28 ദിവസത്തെ സൈക്കിളിൽ ജീവിക്കുന്നവരാണ്. ആ 28 ഡേയ്സ് എങ്ങനെ ഡീൽ ചെയ്യണം, ആദ്യത്തെ 14 ദിവസം എന്തൊക്കെ ചെയ്യണം, അടുത്ത 14 ദിവസം എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ഇപ്പം മനസ്സിലായി. ഐ നോ വാട്ട് ലൈഫ് ഇസ്, ഐ നോ വാട്ട് ഐ ആം. എ സെൽഫ് റിയലൈസ്ഡ് പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ടു ബി ബോൺ അഗെയിൻ ഇൻ ടു ദിസ് സൈക്കിൾ. നമുക്ക് നമ്മുടേതായ വല്ല കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ബോഡീനെ കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ബില്ലിൽ എഴുതി വെക്കാം. ശരിക്കും എൻജോയ് ചെയ്തോ എന്നിട്ട് ആ ഒരു അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കിയിട്ട്? നമ്മളിപ്പോൾ അഡോളസൻസിൽ ഒരു കുട്ടിയിൽ നിന്നും ഒരു അഡൾട്ടായി മാറുകയാണെങ്കിൽ വിമനസെൻസിൽ നമുക്കൊരു സ്ത്രീയിൽ നിന്നും ഒരു ഗോഡസിലോട്ട് മാറാം. ഈ ജേർണിയിൽ ഓരോ ബോഡി എടുക്കും. ആ ബോഡിയുടെ മൂക്കും വായം പൊത്തിക്കഴിഞ്ഞാൽ ആ ബോഡി പോയി. പക്ഷെ ലൈഫ് എവിടെ പോയി? ഞാനും ആദ്യം ഇതിനെ കുറിച്ച് റിസർച്ചൊക്കെ ചെയ്ത് കുറേ ന്യൂസൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എല്ലാം തീർന്നു, ജീവിതം ഇനി ഡൗൺ ഹില്ലാണ്, എല്ലാം താഴത്തോട്ടാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഇത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അറിവ് ഓൾറെഡി ഇല്ല. എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? നമ്മൾ പുനർജന്മം എടുക്കുന്നത് എന്തിനാണ്? മനസ്സിലാവാത്ത കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി. ബൈ ദ ടൈം നിങ്ങൾക്കിത് തിരിച്ചറിവ് വരുമ്പോഴേക്കും നമ്മളെല്ലാം ഒന്നാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു കംപ്ലീഷൻ മനസ്സിലാവുള്ളൂ. ദൈവത്തിൻ്റെ ആത്മകഥ അല്ലെങ്കിൽ ഇത് ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ എൻ്റെ ബുക്കിൽ എനിക്കത് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ലൈഫ് ഈസ് കോൺഷ്യസ് എനർജി. ഈ സ്ത്രീകൾ പൊതുവേ ഈ ഒരു സ്റ്റേജിലൂടെയൊക്കെ പോകുമ്പോൾ അവർ സെൽഫായിട്ട് അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെല്ലാം അല്ലെങ്കിൽ അവരുടെ മെൻ്റലി കടന്നു പോകുന്ന മാറ്റങ്ങൾ തുറന്നു പറയാനായിട്ട് എല്ലാവർക്കും പറ്റുന്നതായിട്ട് തോന്നുന്നുണ്ട്. കുറേ പേരൊക്കെ മിക്കവർക്കും അറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ഇപ്പം ഞാനിതിൽ ഇത്ര റിസർച്ച് ചെയ്തുകൊണ്ടാണ്, അതും ഞാൻ ഹ്യൂമൻ ഫിസിയോളജി 5 വർഷം പഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് എനിക്കിത് മനസ്സിലാവുന്നത്. പല മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സ് വായിച്ചാൽ പോലും ഒരു ലേമാനിന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇതിൽ കുറേ റിസർച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ബുക്സ് കാണിക്കാം. ദിസ് ഈസ് ദ ഇംഗ്ലീഷ് കോപ്പി. ഇതാണ് ചേച്ചി എഴുതിയത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇതാണ് കോപ്പി. ഇത് പെൻഗ്വിൻ ബുക്സ് ആണ് ഇറക്കിയിരിക്കുന്നത്. ഇതെൻ്റെ സെക്കൻഡ് ബുക്കാണ്. സോ വിമനോപോസ് എന്ന പേര് ഈ മെനോപോസ് എന്നുള്ള വാക്കിൽ വിമൻ ആക്കിയതാണ്. വിമനോപോസ്. അപ്പോൾ ദിസ് ബുക്ക് ഇതാണ് എൻ്റെ ഒറിജിനൽ. ഇംഗ്ലീഷാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ് DC ബുക്സിൽ നിന്ന്. സോ ഇതിൽ ഈ പറഞ്ഞ ഒരു മാസ്കുലിൻ സൈഡ് ഉണ്ടായിരുന്നു എനിക്ക്. ഭയങ്കര ഷോർട്ട് ഹെയറും ഭയങ്കര ടോം ബോയിഷ് ആയിരുന്ന ഒരു സമയത്ത് നിന്ന് വളരെ ഫെമിനിനായി മാറുകയും ഏകദേശം എൻ്റെ മാരേജോട് കൂടിയിട്ട് തന്നെയാണ് ഈ ചേഞ്ചസൊക്കെ വളരെ സിമിലർ ടൈമിലായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ എന്താ പറയുക, പേഴ്സണാലിറ്റി മുതൽ നമ്മുടെ എനർജി, സ്റ്റൈൽ ഓഫ് എനർജി. ആർ യു മോർ മാസ്കുലിൻ എനർജി ഓർ ആർ യു ഫെമിനൈൻ എനർജി? എല്ലാവരുടെ ഉള്ളിൽ രണ്ടും ഉണ്ട്. അപ്പോൾ അതിൽ ആ ബാലൻസിലേക്ക് എത്താൻ പറ്റിയ കാലഘട്ടമാണ്. മിക്ക സ്ത്രീകളും വിചാരിക്കുന്നത് അവരുടെ എന്തോ ലൈഫ് ഭയങ്കര താഴോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് ഇനി മോശമാവും, ഇറ്റ് ഈസ് എ ബാഡ് ഫേസ് എന്നാണ് വിചാരിക്കുന്നത്. ദാറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. ബിക്കോസ് 40s ആക്ച്വലി നമുക്ക് ഏറ്റവും ക്ലാരിറ്റി ഉള്ളൊരു കാലഘട്ടം ആയി മാറാം, നമ്മളത് വളരെ ബോധപൂർവം യൂസ് ചെയ്താൽ. സോ അതാണ് വിമനോപോസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് മൈ ഗിഫ്റ്റ് ടു വിമൻ ബിക്കോസ് ഐ ഡിഡ് ഓൾ ദ റിസർച്ച് എനിവേ. എനിക്ക് വേണ്ടി ഞാൻ റിസർച്ച് ചെയ്തു. അപ്പോൾ പിന്നെ ആ റിസർച്ച് എനിക്ക് വേണ്ടി മാത്രമായിട്ട് എല്ലാ സ്ത്രീകൾക്കും യൂസ് ആവണ്ട, എല്ലാവർക്കും ലഭ്യമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഇതിൽ കാണിക്കുന്നുണ്ടല്ലോ ഈ ഒരു മസ്കുലിൻ കൈൻഡ് ഓഫ് ഒരു ഫേസും ആൻഡ് വെരി ഫെമിനൈൻ ആയിട്ടുള്ള ഒരു ഫേസും. ശരിക്കും ആ ഒരു ട്രാൻസിഷൻ ഈ ഒരു ഫെമിനിറ്റിയെ വീണ്ടും കൊതിച്ച് പോയതാണോ? അങ്ങനെയല്ല, വളരെ യാദൃശികമായിട്ട് സംഭവിച്ചതാണ്. നമ്മുടെ ഉള്ളിലെ ഹോർമോൺസ് ഷിഫ്റ്റ് ആകുമ്പോൾ നമ്മുടെ ആക്ച്വൽ എക്സ്പ്രഷൻ മാറുന്നുണ്ട്. അപ്പോൾ ഇത് 2023 24 എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. ഇത് 2026 ഫോട്ടോ ആണ്. സോ ആ 3 yearsലുള്ള ചേഞ്ച്
പ്രിഡോമിനൻ്റ്ലി അതിൻ്റെ റീസൺ എൻ്റെ ഹോർമോൺസ് മാറിയതിൻ്റെയാണ്. സോ ഇത് രണ്ടാളുകളാണോ? രണ്ടാൾ പോലെ തോന്നും. ബിക്കോസ് ഒന്ന്, ഞാൻ എൻ്റെ മാസ്കുലിൻ എനർജിന്ന് ജീവിക്കുമ്പോൾ, അതായത് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ എൻ്റെ സംരക്ഷണവും എൻ്റെ സർവൈവൽ ആൻഡ് ലൈവ്ലിഹുഡ് എല്ലാം ഞാൻ തന്നെ വേണം നോക്കാൻ. നമ്മളെല്ലാ കാര്യത്തിലും നമ്മുടെ സേഫ്റ്റി, സെക്യൂരിറ്റി എല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ വളരെ മാസ്കുലിൻ എനർജിയിൽ നിന്ന് ബിഹേവ് ചെയ്ത് തുടങ്ങും. ഇപ്പോൾ മാരേജിന് ശേഷം എനിക്ക് കുറേയും കൂടി എൻ്റെ ഫെമിനിൻ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് ദർ ഇസ് എ മാൻ ഇൻ മൈ ലൈഫ്. അതെ, ആ ഒരു പാർട്ട് അവിടെ എന്താ കോംപ്ലിമെന്റ് ചെയ്യാൻ വേറെ ആളുണ്ട്. അപ്പം നമ്മളതിന് ഓവർ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. ആ ഫിയേഴ്സ്, ഇൻഡിപെൻഡൻസിന് പകരം നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ ആൻഡ് റിലാക്സ്ഡ് ആവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഈ പെരിമെനോപോസൽ ഏജിൽ നാച്ചുറലി വന്നാൽ നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു ഷിഫ്റ്റാണ്. ബിക്കോസ് ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്ക പെണ്ണുങ്ങളും വളരെയധികം ഫിയേഴ്സ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ സ്വയം പ്രാപ്തി, സ്വയം ഇൻഡിപെൻഡൻസ് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു വാശിയോട് കൂടിയിട്ടാണ് ഒരു യങ് ഗേൾ ഇറങ്ങുന്നത്. പക്ഷേ അത് ബൈ ദ ടൈം യു ആർ ഇൻ യുവർ 40s അത് വലിയൊരു ഭാരമാണ്. ഒരു സോഫ്റ്റ് ഗേളിനെ മിസ് ചെയ്യും അല്ലേ? ആ സോഫ്റ്റ് ഗേൾ മിസ് ചെയ്യാൻ മാത്രമല്ല, ആ സോഫ്റ്റ് ഗേൾ ആവാനാണ് ഈസിയർ. ബിക്കോസ് അത് നമ്മുടെ നാച്ചുറൽ നേച്ചറാണ്. നമ്മൾ വളരെ എന്താ പറയുക, പോരാടാനായിട്ട് ഇറങ്ങുന്ന ഒരു വാറിയറിനെ പോലെ ഇറങ്ങിയാൽ ഉള്ള പ്രോബ്ലം നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക, സോഫ്റ്റ്നെസ് മിസ്സാവും. നമ്മുടെ ഹോർമോൺസ് ആക്ച്വലി ഡ്രോപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭയങ്കര വീക്കായിട്ട് ഫീൽ ചെയ്യും നമ്മളെ തന്നെ. അപ്പോൾ ആക്ച്വലി പെരിമെനോപോസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ്. ഈ സ്റ്റേജിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു, ഈ ബുക്കിൽ ഞാനൊരു വേർഡ് കോയിൻ ചെയ്തിട്ടുണ്ട്, വിമനസെൻസ് എന്ന്. വിമനസെൻസ് എന്ന് പേരിടാൻ കാരണം, ഇപ്പോൾ ഒരു പുരുഷനോടോ അല്ലെങ്കിൽ ടീനേജേഴ്സിനോടോ അല്ലെങ്കിൽ ഇപ്പോൾ യോർ ഏജ് ഒരു യങ്സ്റ്ററോട് പെരിമെനോപോസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇല്ല. ബിക്കോസ് ഇപ്പോൾ ഒരു പ്രഗ്നൻറ്റ് ലേഡിക്കേ അറിയുള്ളൂ പ്രഗ്നൻസി എന്താണെന്ന്. വേറെ ആരോട് പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ പെരിമെനോപോസ് എന്താണെന്നൊരു റിലേറ്റബിലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ അവരുടെ ടീനേജ് മക്കളോടോ ആരോടെങ്കിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അപ്പോൾ ഒരു സ്ത്രീ അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇറ്റ്സ് കോൾഡ് അഡോളസൻസ്. അഡോളസൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീനേജ് ഇയേഴ്സ്. ആ ടീനേജ് ഇയേഴ്സിൽ നമ്മൾ നേരിടുന്ന കുറേ മാറ്റങ്ങളുണ്ട്. അതുവരെ നമ്മൾ കുട്ടിയായിരുന്നു. ഈ കുട്ടിയിൽ നിന്നും അഡൾട്ട് ആവുന്നതിൻ്റെ ഇടയിൽ ഒരു 10 വർഷം, സേ 13 years to 19 അറ്റ്ലീസ്റ്റ്, ടീനേജ്, അഡോളസൻസ്. അഡോളസൻസ് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും കടന്നു പോകുന്നൊരു സ്റ്റേജ് ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിമനസെൻസ് എന്നൊരു പേരിട്ടത്. സ്ത്രീകൾ വീണ്ടും ഇതേപോലത്തെ ഒരു ഷിഫ്റ്റിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതേപോലത്തെ ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു കാലഘട്ടം പുരുഷന്മാർ നേരിടുന്നില്ല. അവർക്കും ഹോർമോണൽ ഷിഫ്റ്റ്സ് ഉണ്ടാവും, പക്ഷെ അത് ജനറലി ടെസ്റ്റോസ്റ്ററോൺ ബേസ്ഡ് ഷിഫ്റ്റ്സ് ആണ്. ആൻഡ്രോപോസ് എന്നൊക്കെ വാക്കുകളുണ്ട്. പക്ഷെ സ്ത്രീകൾ നേരിടുന്നത് ഒരു കാലഘട്ടമാണ്. വീണ്ടും ടീനേജിൽ നേരിട്ട ഹോർമോണൽ ചേഞ്ചസിൽ വന്ന മാറ്റങ്ങൾ. ശരീരം മാറി, ഒരു കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഒരു അഡൾട്ട് ആവുന്നതിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ബോയ്സ് ഓർ ഗേൾസ് ആയാലും. അപ്പോൾ അവർ നേരിടുന്ന കുറേ കൺഫ്യൂഷനുണ്ട്. ആ ഹോൾ ബോഡിലി ചേഞ്ചസ്, മെൻറ്റാലിറ്റി ചേഞ്ചസ്, പേഴ്സണാലിറ്റി ചേഞ്ച് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ടീനേജേഴ്സ് വളരെ ഫ്ലക്ച്വേറ്റിംഗ് നേച്ചറാണ്, ഇറിറ്റബിളാണ്. അതുപോലെ ഒറ്റയ്ക്കിരിക്കാൻ നോക്കും, അവരുടെ ഗ്രൂപ്പിൻ്റെ കൂടെ മാത്രം ജോയിൻ ചെയ്യാൻ നോക്കും, ഫാമിലി ആയിട്ട് അത്രയും മിങ്കിൾ ചെയ്യാത്ത ഒരു ഏജാണല്ലോ. അതേപോലത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഒരു ടീനേജറുള്ള വീട്ടിൽ ആ വീട്ടിലെ അമ്മ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ്. അതിനാണ് ഞാൻ അതിനൊരു പേരിട്ടത്, വിമനസെൻസ്. ബിക്കോസ് വിമൻ ആർ ഗോയിങ് ത്രൂ എ ഹോർമോണൽ ഷിഫ്റ്റ് സിമിലർ. ഇതിൽ ടീനേജിൽ നടക്കുന്നത് ഹോർമോൺസ് അപ്പാവുകയാണ്, ഹോർമോൺസ് ടേൺ ഓൺ ആവുകയാണ്. സോ ഫ്രം എ ചൈൽഡ് യു ആർ ബിക്കമിങ് ആൻ അഡൾട്ട്. പക്ഷേ ഇപ്പോൾ പെരിമെനോപോസിൽ സംഭവിക്കുന്നത്, ഈ വിമനസെൻസ് എന്ന വാക്കിൽ പറയുന്നത്, അറൗണ്ട് 10 years ഹോർമോൺസ് ഡൗൺ ആവുകയാണ് ഗ്രാജ്വലി. ബിക്കോസ് ഒരു സ്ത്രീ മെനോപോസിലേക്കുള്ള പോക്കാണ്. അതോടൊപ്പം നമ്മളിപ്പോൾ പ്രഗ്നൻസി ടൈമിൽ സ്ത്രീകളുടെ ഹെൽത്തിന് കൊടുക്കുന്ന ഒരു ലെവൽ ഓഫ് കെയർ ഉണ്ട്. എല്ലാവരോടും അത് നാച്ചുറലാണ്, അതിന് വേറെ ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല.
അവർക്ക് ഇപ്പോൾ സ്പെഷ്യൽ സപ്ലിമെൻറ്റേഷനും കെയറും റെസ്റ്റും എല്ലാം കൊടുക്കുന്നുണ്ട്, ഏറ്റവും കെയർ കൊടുക്കുന്ന സമയം. അപ്പോൾ അതേപോലെ നമുക്ക് അത്യാവശ്യം അത്ര ക്രൂഷ്യൽ കെയർ അല്ലെങ്കിലും നല്ല രീതിയിൽ ബോഡീനെ കെയർ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അങ്ങനെ ചെയ്താൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് ഈസ് ഏജിങ് വളരെ കുറയും. നമ്മൾ ഡ്രാസ്റ്റിക്കായിട്ടൊരു ഡ്രോപ്പ് ഉണ്ടാവില്ല. ബിക്കോസ് അല്ലെങ്കിൽ ഈസ്ട്രജൻ്റെ ലെവൽസ് കുറഞ്ഞു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഈ വേറെ ചിലപ്പോൾ ഹോർമോൺസേ ആയിരിക്കില്ല ഡ്രോപ്പ് ചെയ്യുന്നത്, നമ്മുടെ ഹോർമോണൽ ഷിഫ്റ്റ്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ബയോ കെമിസ്ട്രി മാറുകയാണ്. നമ്മുടെ വിറ്റമിൻ ആൻഡ് മിനറൽ സ്റ്റോഴ്സ്, കാൽഷ്യം സ്റ്റോഴ്സ്, എൻ്റെ കാര്യത്തിൽ അയൺ ഡെഫിഷ്യൻസി ആയിരുന്നു, വേറൊരാളുടെ കാര്യത്തിൽ വേറെ ഡെഫിഷ്യൻസീസ് ആവാം. മിക്കവരും വിറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. നമ്മൾ ഇത്രയും വെയിലുള്ള കൺട്രിയിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മളാരും വെയിൽ കൊള്ളുന്നില്ല. പിന്നെ നമ്മൾ ടാൻ ആവും എന്നും പറഞ്ഞിട്ട് സൺസ്ക്രീനും ഇടും, കുടയും പിടിക്കും. അപ്പോൾ വിറ്റമിൻ ഡി നമുക്ക് വേറെ ഒന്നും കിട്ടില്ല, സപ്ലിമെൻറ്റേഷനും എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറേ സിംറ്റംസും ഇപ്പോൾ അനീമിയ, അയൺ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് ഒക്കെ സിമിലറാണ്. അപ്പോൾ മസ്റ്റായിട്ട് സ്ത്രീകൾ, എനിക്ക് തോന്നുന്നു ഒരു 35+ ആയാൽ അവർ ഒരു ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറെ കണ്ടെത്തണം. ബിക്കോസ് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയാൻ കാരണം ഇവർ അസുഖങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ബോഡിയിലുള്ള ഫ്ലക്ച്വേഷൻസിനെ മൈക്രോ ലെവലിൽ ഡയഗ്നോസ് ചെയ്യും. വേറെസ് നോർമൽ മെഡിസിന് നമ്മൾ പോയി കഴിഞ്ഞാൽ യൂഷ്വലി ഇൽനെസ് ബേസ്ഡ് ആണ്, നമ്മൾ അസുഖത്തിന് ചികിത്സയാണ്. ഫങ്ഷണൽ മെഡിസിന് തന്നെ പോവുക, അവിടെ നമ്മൾ കറക്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നമ്മുടെ സിംറ്റംസ് നോക്കുക. എസ്പെഷ്യലി ഉറക്കത്തിന് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ, വെയ്റ്റിൻ്റെ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് പിന്നെ ഈ പറഞ്ഞ മൂഡ് സ്വിങ്സും അല്ലെങ്കിൽ ഈവൻ പീരിയഡ് ടൈമിൽ ഹെവി പീരിയഡ്സ്, അങ്ങനെ ക്രാമ്പിങ് എല്ലാം ഉണ്ടെങ്കിൽ ഇതിനൊന്നും നോർമൽ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. മിക്ക സ്ത്രീകളും ചെയ്യുന്നത് അത് അവരുടെ എന്തോ പേഴ്സണൽ പ്രശ്നമാണെന്ന് വിചാരിച്ച് അവരതിലൊരു ലെവൽ ഓഫ് ഷെയിം ഉണ്ട്. ബിക്കോസ് ശരിക്കുള്ള റിസർച്ച് ചെയ്യാതെ സ്വയം ഒരു ഇതിലേക്ക് എത്തുകയാണ്. അതായത് ഇത് എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, ഇനി ഇതാരെ അറിയിക്കണ്ട, മിണ്ടാതിരിക്കാം എന്ന് വിചാരിക്കുന്നിടത്താണ് ഇതൊരു പ്രോബ്ലമായി മാറുന്നത്. ഈ ഒരു ബുക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല, അവരുടെ പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് എല്ലാവർക്കും, അതെ അല്ലേ, അതാണ് ബുക്കിൻ്റെ ടാഗ് ലൈൻ, എ മിഡ് ലൈഫ് ഗൈഡ് ഫോർ വിമൻ ആൻഡ് ദിയർ മെൻ. ഇപ്പോൾ മോസ്റ്റ്ലി പെരിമെനോപോസൽ ടൈമിൽ വരുന്നൊരു വലിയ ഇഷ്യൂ ഇതിനോടൊപ്പം വരുന്നത് മിഡ് ലൈഫ് ക്രൈസിസ്, എസ്പെഷ്യലി ഇൻ മാരേജ് റിലേഷൻഷിപ്സ്. ഇതിൽ വരുന്ന സംഭവം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ബോഡി, മൈൻഡ്, പേഴ്സണാലിറ്റി എല്ലാം ഷിഫ്റ്റ് ആകുമ്പോൾ, ഇപ്പോൾ ടീനേജേഴ്സിന് അവരുടെ പേരൻസുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ ഒരു ചെറിയ മാറ്റം വരുന്ന പോലെ തന്നെയാണ് മാരേജിൽ റിലേഷൻഷിപ്സിൽ മാറ്റം വരുന്നത്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഇത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അറിവ് ഓൾറെഡി ഇല്ല. എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? അപ്പോൾ അതിനെല്ലാത്തിനുള്ള സ്പൂൺ ഫീഡിങ് പോലെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ബിക്കോസ് വർഷങ്ങളായിട്ട് ക്ലിനിക്കൽ സൈക്കോളജി പഠനത്തിൽ ഞാനിത് ഓൾറെഡി കുറേ കാലം പഠിച്ച സബ്ജക്റ്റാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ പേരൻസിൻ്റെ ലൈഫും ഇപ്പോൾ എൻ്റെ ഓൺ 45 years ഓഫ് ലൈഫ് വെച്ചിട്ടുള്ള, പിന്നെ വായിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും റിസർച്ച് ചെയ്തിട്ടുള്ള സകല ഇൻഫർമേഷൻ ഞാൻ ഇതിൽ ഏറ്റവും റീഡബിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആർക്ക് വായിച്ചാലും മനസ്സിലാവും. ഇതൊരു ഫസ്റ്റ് ബുക്കായിട്ട് വേണമെങ്കിൽ ഒരാൾക്ക് വായിക്കാം. അതെ. ബിക്കോസ് യൂഷ്വലി നമ്മൾ ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ടെക്നിക്കലായി മാറും. ഞാൻ വായിച്ച ഒരുപാട് നല്ല പുസ്തകങ്ങൾ കിട്ടാനുണ്ട്. അത് ഡോക്ടേഴ്സ് എഴുതിയ ബുക്സാണ് ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചത്. അത് അത്യാവശ്യം ഒരു മെഡിക്കൽ നോളജ് അല്ലെങ്കിൽ മിനിമം ഹ്യൂമൻ ഫിസിയോളജി കുറച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ മെഡിക്കൽ ടേംസ് എല്ലാം വരുന്ന മെഡിക്കൽ ടേംസും വരും, ഫിസിയോളജി ടേംസ് വരും ഒരുപാട്. അപ്പോൾ പലവർക്കും അത് റിലേറ്റബിൾ ആവണമെന്നില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ബുക്ക് ആക്ച്വലി ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോടോ എൻ്റെ സിസ്റ്ററിനോടോ എൻ്റെ അമ്മയോടോ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ പറയുക, ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഫോർ കോമൺ പീപ്പിൾ, കോമൺ പേഴ്സൺ. ഈ ഒരു പെരിമെനോപോസിലൂടെ പോകുന്ന ഒരാളുടെ ഫോർ ദെയർ മെൻ എന്നാണല്ലോ കൊടുത്തേക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുടെ പാർട്ട്ണർ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്തായിരിക്കും? അവർ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വൈഫ് ഒരിക്കലും നിങ്ങളോടല്ല ഇറിറ്റേറ്റഡ് അല്ലെങ്കിൽ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ദേഷ്യം അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി ഇതൊക്കെ കാണിക്കുമ്പോൾ അവരവരുടെ ഉള്ളിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിൻ്റെ ഒരു ഔട്ട്കമാണത്, അവരുടെ കൺഫ്യൂഷനാണത്. പക്ഷേ
അവരുടെ ഏറ്റവും അടുത്തുള്ളവരുടെ അടുത്തേ അവർക്കത് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. പുറമേക്ക് എപ്പോഴും നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത പോലെ ചിരിച്ചുകൊണ്ട് ബിഹേവ് ചെയ്യാൻ പറ്റുമ്പോഴും വീട്ടിൽ ചിലപ്പോൾ ഏറ്റവും അടുത്തുള്ള ഈ റിലേഷൻഷിപ്പ് എസ്പെഷ്യലി മാരേജാണ്. അവിടെ ഹസ്ബൻഡായിരിക്കും ഒരു പക്ഷേ ഇവരുടെ ഏറ്റവും വേഴ്സ്റ്റ് ഫേസ് കാണുന്നത്. ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു മിറർ പോലെയാണ്. സോ ഹീ ഈസ് ഏബിൾ ടു ഗിവ് മീ ഫീഡ്ബാക്ക്. അതായത് ഞാൻ ഇറിറ്റബിൾ ആണെങ്കിൽ, അപ്പം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇറിറ്റബിൾ ആണെങ്കിൽ എനിക്കത് കാണിക്കേണ്ട ആവശ്യമില്ല. കാണിക്കാൻ ആരും ഇല്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ മൂഡ് ഓഫ് ആണെങ്കിലും നമ്മൾ ചുമ്മാ ചുരുണ്ട് കൂടി ഒരു സ്ഥലത്ത് ഇരുന്നാലും ആരും ചോദിക്കാൻ പോകുന്നില്ല. അപ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മുടെ പ്രോബ്ലമിന് സൊല്യൂഷൻ കണ്ടെത്തില്ല. വേറെ ഇപ്പോൾ ഹസ്ബൻഡ് ചോദിക്കും എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, യൂഷ്വലി ഒരു സ്ത്രീക്ക് അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയാത്തത് കൊണ്ട് അവർ തിരിച്ച് ദേഷ്യപ്പെടും. അവർ എന്ത് പറ്റി, ഒരു കുഴപ്പമില്ല, എന്തിനാ എല്ലാത്തിനും എന്നോട് ചോദിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇല്ല. അപ്പോൾ മെൻ ആർ ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ് ബിക്കോസ് വിമൻ ആർ കൺഫ്യൂസ്ഡ് അബൌട്ട് വാട്ട് ഇസ് ഗോ ഹാപ്പനിങ്. അവരുടെ ഹെൽത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് സ്ത്രീകൾക്ക് അറിയില്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള മെൻ, ഇപ്പോൾ അവരുടെ ഹസ്ബൻഡായാലും ഇപ്പോൾ അച്ഛനായാലും അവരുടെ ആൺമക്കളായാലും, ഐ മീൻ ഓൾ ദ മെൻ ഇൻ ദിയർ ലൈഫ്, അവരുടെ ബ്രദറായാലും ദേ ആർ ഗോയിങ് ടു ബി കൺഫ്യൂസ്ഡ്. ലൈക്ക് എന്താ ഇപ്പോൾ പ്രശ്നം, എന്ത് പറ്റി, പ്രശ്നമുണ്ട്, പ്രശ്നം പക്ഷെ പുറമേ അല്ല, ഉള്ളിലാണ്. അപ്പോൾ ആ പ്രോബ്ലംസ് കുറേ ഉണ്ട്. ദർ ആർ അറൗണ്ട് 70 സിംറ്റംസ് ഓഫ് പെരിമെനോപോസ്. ഞാനിങ്ങനെ എൻ്റെ തന്നെ പേരൻ്റ് ആണെങ്കിലും അതുപോലെ ചില റിലേറ്റീവ്സ് ആൻറ്റിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവരുടെ ബോഡി ഭയങ്കര ചുട്ട് പഴുത്ത പോലെയുള്ളൊരു ഫീല് വരുന്നുണ്ടെന്ന്. ഹോട്ട് ഫ്ലാഷസ് അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷെ അതുള്ളവർക്ക് ഈ തെർമോ റെഗുലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ ബോഡി അതിൻ്റെ കറക്റ്റ് ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കും. അപ്പോൾ ചിലവരുടെ ബോഡി നാച്ചുറലി കുറച്ചുകൂടെ വോമാണ്, ചിലവർ തൊട്ടെപ്പോഴും കുറച്ച് തണുത്തിരിക്കും, ചിലവരെപ്പോഴും ചൂടായിരിക്കും. പക്ഷെ നമുക്ക് ബേസിക്കലി ഒരു ബോഡി ടെമ്പറേച്ചർ ഉണ്ട്, നമ്മുടെ ഒരു ബേസിൽ ടെമ്പറേച്ചർ, നോർമൽ ടെമ്പറേച്ചർ. അതിന് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പനിയുണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്. ആ തെർമോ റെഗുലേഷൻ സിസ്റ്റം കെയോട്ടിക് ആവുകയാണ് ഈ ഹോർമോൺസിൻ്റെ ഫ്ലക്ച്വേഷൻ സമയത്ത്. അപ്പോൾ നമ്മൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ അത് ഹീറ്റപ്പ് ആവുകയാണ്. ബോഡി നാച്ചുറലി കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. പുറമെ ചൂടില്ലാത്തപ്പോൾ പോലും ഒരു AC റൂമിൽ ഇരുന്നിട്ട് വേർത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതൊക്കെ ആക്ച്വലി കുറേയൊക്കെ മാനേജബിളാണ് സപ്ലിമെൻറ്റേഷനിലൂടെയും നമുക്ക് ഡയറ്ററി ചേഞ്ചസിലും നമുക്ക് ഈ പറഞ്ഞ പോലെ റെസ്റ്റ് ആൻഡ് എക്സസൈസ് എല്ലാം വളരെ ക്രമീകരിച്ച് വേണം. ഈവൻ എക്സസൈസ് ഇപ്പോൾ ജനറലി നമ്മളോട് പറയും, നിങ്ങൾ കുറച്ച് വെയിറ്റ് ലൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ബെറ്റർ ആവും, നിങ്ങളുടെ ഹെൽത്തിൽ ബെറ്റർ ആവും എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും നമ്മുടെ 28 ഡേ സൈക്കിളിൽ എല്ലാ 28 ദിവസവും ഒരുപോലെ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ല്യൂട്ടിയൽ ഫേസിൽ, അതായത് ലാസ്റ്റ് 14 ഡേയ്സ് ഓഫ് ദ സൈക്കിളിൽ നമ്മൾ സ്ട്രെയിനിയസ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രെയിൻ ആയിട്ടുള്ള കാർഡിയോവും HIIT വർക്കൗട്ടും എല്ലാം കൂടെ ആ സമയത്ത് ചെയ്താൽ സത്യത്തിൽ വെയിറ്റ് കൂടും. അപ്പോൾ സ്ത്രീകൾ പറയുന്നത്, ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് വണ്ണം കൂടുന്നു എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. അവർ പറയും, ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും, സ്കെയിലിൽ പോയി നിന്നാൽ എൻ്റെ വെയിറ്റ് കൂടും. അതെന്തായിരിക്കും ആ ഒരു ടൈമിൽ? അതിൻ്റെ റീസൺ ലാസ്റ്റ് 14 ഡേയ്സിൽ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ വേണം ഹൈ ആയിരിക്കാൻ. അപ്പോൾ പ്രൊജസ്ട്രോൺ ഹയർ ആയിട്ട് കയറിയിട്ട് പിന്നെ ഡ്രോപ്പ് ആവും ഈ ലാസ്റ്റ് 14 ഡേയ്സ് ല്യൂട്ടിയൽ ഫേസിൽ. ഈ പ്രൊജസ്ട്രോണിന് ഓപ്പോസിറ്റ് ഇഫക്റ്റാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോണിന്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് ഹോർമോണാണ് റിലീസ് ആവുന്നത്. ബിക്കോസ് എക്സസൈസ് സ്ട്രെസ്സാണല്ലോ ബോഡിക്ക്. പക്ഷെ അത് നല്ല സ്ട്രെസ്സാണ് നമ്മുടെ ബോഡിക്ക് അത് താങ്ങാൻ പറ്റുകയാണെങ്കിൽ. നമ്മൾ ബോഡി ഇത് താങ്ങാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലാണ് പ്രൊജസ്ട്രോൺ വേണ്ട സമയത്ത്. ആ സമയത്ത് കോർട്ടിസോൾ സ്പൈക്കായി കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ ഡ്രോപ്പ് ആവും. ഈ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണാണ് നമുക്ക് റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ ഒക്കെ സാധ്യമാക്കുന്നത്. അത് സാധിക്കാണ്ടാവും. അപ്പോൾ കോർട്ടിസോൾ സ്പൈക്ക് ആകുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആവും. ജനറലി ഇപ്പോൾ ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു പെരിമെനോപോസിലൂടെ പോവാത്ത സ്ത്രീയോ എനി വുമൺ ഹൂ ഈസ് ഹാവിങ് എ സൈക്കിൾ, അവരുടെ ആ ലാസ്റ്റ് 14 ഡേയ്സിൽ അവർക്ക് റെസ്റ്റ് ആൻഡ് ജനറലി അതിനാണ് തോന്നുന്നത്, മടിയായിട്ടുള്ളൊരു ഫീലിംഗ് വരും. അത് ബോഡി നാച്ചുറലി ചെയ്യുന്നതാണ്. ബിക്കോസ് നമ്മൾ ആ സമയത്ത് കുറച്ചുകൂടെ റെസ്റ്റ് ചെയ്ത് ബോഡിക്ക് അറിയാം റെസ്റ്റ് ചെയ്യണം ആ 14 ഡേയ്സിൽ. ഇപ്പോൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ പോലും യു ക്യാൻ ഡു യോഗ, യു ക്യാൻ ഡു തൈച്ചി, യു ക്യാൻ ഗോ ഫോർ വാക്കിംഗ്, യു ക്യാൻ ഡു ഈവൻ ബ്രിസ്ക് വാക്കിംഗ്, സ്വിമ്മിങ്, ഇതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ആ സമയത്ത് പോയിട്ട് കാർഡിയോ ഇൻറ്റൻസ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ കോർട്ടിസോൾ സ്പൈക്ക് ആവും. അത് സ്പൈക്ക് ആവുമ്പോൾ പ്രൊജസ്ട്രോൺ ഡൗൺ ആവും. അപ്പോൾ കംപ്ലീറ്റ്ലി ഹോർമോണൽ ഫ്ലക്ച്വേഷൻ വന്നു.
ആ സമയത്ത് ബോഡി എന്ത് ചെയ്യും, ഈ സ്ട്രെസ് ഹോർമോൺ കാരണം അത് ഇൻഫ്ലമേഷനിലേക്ക് പോകും. അപ്പോൾ നീര് വയ്ക്കും. ഈ നീരിൻ്റെ വെയിറ്റാണ് പിന്നെ അവിടെ വെയിങ് സ്കെയിലിൽ കാണാൻ പോകുന്നത്. എന്നിട്ട് പറയും ഞാൻ ഒരു ദിവസം കൊണ്ട് 2 കിലോ കൂടിയോ. കാണുമ്പോഴും ഒരു ബ്ലോട്ടഡ് ആവും. ബ്ലോട്ടിങ് ടോട്ടലി വേറൊരു പ്രശ്നമാണ്. ബ്ലോട്ടിങ് ഒരു അഡീഷണൽ പ്രോബ്ലമാണ്. ഡൈജസ്റ്റീവ് ഗട്ട് എൻസൈംസും ഗട്ട് മൈക്രോബയോമും കറക്റ്റ് അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ പെട്ടെന്ന് കഴിച്ച ഉടനെ വീർക്കുക. അത് ബ്ലോട്ടിംഗ് ആണ്. എല്ലാം നമ്മൾ ഏറ്റവും നല്ലത് ഒരു ഫങ്ഷണൽ മെഡിസിൻ ഡോക്ടറോട് പറഞ്ഞ് അഡ്രസ്സ് ചെയ്ത് കറക്റ്റ്ലി ഇൻഡിവിജ്വലായിട്ട് സോൾവ് ചെയ്യുക. ഈ മെനോപോസിനെ ഇപ്പോൾ പല ലേഡീസ് ആണെങ്കിലും കഴിഞ്ഞു, എൻ്റെ ഒരു ഫെമിനൈൻ ആയിട്ടുള്ളത് കഴിഞ്ഞു, ഞാൻ വയസ്സാകുക അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിച്ച് ഡിപ്രഷനിലോട്ട് പോകുന്ന ആളുകളാണ് കൂടുതൽ. ചേച്ചിയുടെ കേസിൽ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു പുതിയ സ്റ്റേജ്, അതെനിക്ക് എക്സ്പ്ലോർ ചെയ്യണം, അതിലും എന്താണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് കണ്ടുപിടിക്കണം, ആ ഒരു തോട്ട് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തോട്ട്. അതെങ്ങനെയാണ് വന്നത് ശരിക്കും? അതിലെയും ബ്യൂട്ടി അത് ശരിക്കും എൻജോയ് ചെയ്തോ? എന്നിട്ട് ആ ഒരു അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കിയിട്ട്? അല്ല, ഞാനിപ്പോഴും അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഞാനും ആദ്യം ഇതിനെ കുറിച്ച് റിസർച്ചൊക്കെ ചെയ്ത് കുറേ ന്യൂസൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എല്ലാം തീർന്നു, ജീവിതം ഇനി ഡൗൺ ഹില്ലാണ്, എല്ലാം താഴ്ത്തോട്ടാണെന്ന്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മളിതൊന്ന് ഈ ഫ്ലക്ച്വേഷൻസ്, എസ്പെഷ്യലി എൻ്റെ ഡെഫിഷ്യൻസീസ്, അയൺ ഡെഫിഷ്യൻസി, ഇതൊക്കെ സോൾവ് ചെയ്ത് വരുന്നതോടുകൂടെ തിരിച്ച് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തും എനർജിയും തിരിച്ച് കിട്ടുകയാണ്. ബാക്ക് ടു നോർമലിനേക്കാളും നമ്മൾ ഈവൻ ബെറ്റർ ആവുകയാണ്. അതെ, ബിക്കോസ് മുമ്പ് നമുക്ക് അറിയില്ലായിരുന്നു നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന്. ഇപ്പോൾ ആ പ്രോബ്ലം പരിഹരിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കൺഫ്യൂഷൻ മാറി, അപ്പോൾ തന്നെ മെൻ്റലി നമ്മൾ ബെറ്ററായി. മറ്റേത് എപ്പോഴും ഒരു കൺഫ്യൂഷനിൽ നടക്കുകയാണ്, എന്താ പ്രശ്നം എന്നറിയില്ല, എന്നാൽ ഒരു അസുഖവും ഇല്ല. അപ്പോൾ ആ പ്രശ്നം മാറുമ്പോൾ തന്നെ ദാറ്റ് ഈസ് ഫസ്റ്റ് അവെയർനെസ്. സെക്കൻഡ് തിങ് ഈസ് നമുക്കിപ്പോൾ എന്തൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടതെന്നറിയാം. തേർഡ്, നമുക്ക് ആക്ച്വലി ജീവിക്കാനുള്ള രീതി മനസ്സിലായി. നമ്മൾ 28 ദിവസത്തെ സൈക്കിളിൽ ജീവിക്കുന്നവരാണ്. ആ 28 ഡേയ്സ് എങ്ങനെ ഡീൽ ചെയ്യണം, ആദ്യത്തെ 14 ദിവസം എന്തൊക്കെ ചെയ്യണം, അടുത്ത 14 ദിവസം എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ഇപ്പം മനസ്സിലായി. എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ എക്സസൈസ് ചെയ്യണം, ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയൊരു സമാധാനവും ഒരു ക്ലാരിറ്റിയും സ്ട്രെസ് ഫ്രീ ആവുകയാണ്. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൻ്റെ ഒരു റുട്ടീൻ തന്നെ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇത് കൂടാതെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ഹോർമോൺസ് കുറച്ച് ഡ്രോപ്പായി വരുമ്പോൾ തൊട്ട് സ്ത്രീകൾക്ക് അവരുടെ ഓൺ കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ കൂടും. മറ്റേത് അവരെപ്പോഴും ഒരു കെയർ ഗിവർ റോളിലാണ്. കുട്ടികളെ നോക്കുക, ഹസ്ബൻഡിനെ നോക്കുക, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള പേരൻസിനെ നോക്കുമായിരിക്കും. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നോക്കിയിരുന്ന് സ്ത്രീക്ക് മനസ്സിലാവും, ഇനി ഞാൻ എന്നെ ഒന്ന് നോക്കണം. അത് തുടങ്ങുന്നത് ഈ ഏജ് ഗ്രൂപ്പിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദിസ് ഈസ് ദ ബെസ്റ്റ് ഏജ് വേർ നമ്മളിപ്പോൾ അഡോളസൻസിൽ ഒരു കുട്ടിയിൽ നിന്നും ഒരു അഡൾട്ടായി മാറുകയാണെങ്കിൽ വിമനസെൻസിൽ നമുക്കൊരു സ്ത്രീയിൽ നിന്നും ഒരു ഗോഡസിലോട്ട് മാറാം. യു ക്യാൻ ടേൺ ഇൻ ടു യുവർ ബെസ്റ്റ് ഫേസ്. ആൻഡ് ദെൻ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കണ്ടാൽ അറിയാം, നമ്മുടെ കുറച്ച് മെനോപോസ് കഴിഞ്ഞ് നമ്മുടെ ഫാമിലിയിലുള്ള സ്ത്രീകളെ കണ്ടാൽ അറിയാം, അവർ പിന്നെ ഭയങ്കര ബോൾഡാവും, ഭയങ്കര ഫ്രീ ആവും, അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. എനിക്ക് പലവരും അറിയാം 55+ ആയിട്ടാണ് അവർ 2 വീലർ ഓടിക്കാൻ പഠിച്ചത്, പോയിട്ട് പുതിയ ബിസിനസ്സസ് സ്റ്റാർട്ട് ചെയ്തത്, പോയി ഒരു കറേജും ഒരു ഫ്രീഡവും അവർക്ക് വരും. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മളൊരു അടുത്ത നല്ലൊരു സ്റ്റേജിലോട്ടാണ് പോകുന്നത്. കൂടുതൽ സെൽഫ് ലവിലേക്ക് എത്തും. പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ഈ ഫേസ് പെരിമെനോപോസ് ഒരു 10 to 15 years, ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഹെൽത്തും വെൽബീയിങ് നോക്കിയില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പ്രായം കൂടിയ പോലെ ബോഡി പ്രായമാവും. നമ്മുടെ നാട്ടിലൊക്കെ ഈ മരിച്ചുപോയവരുടെ മറ്റേ കർമ്മം ചെയ്യാനായിട്ട് കാക്കയായിട്ട് വരുന്നത് അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് ശരിക്കും അങ്ങനെ കാക്കയായിട്ട് മറ്റൊരു രൂപത്തിൽ ഇവിടുന്ന് പോയ മനുഷ്യർക്ക് വരാൻ പറ്റുമോ? നമ്മൾ പറയുന്നത് അവർ കാക്കയായിട്ട് വരുന്നു എന്നുള്ളതല്ല. പല ജീവികൾക്കും മറ്റുള്ളവരുടെ എനർജീസിനെ ആവാഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്നില്ലേ, ഒരാൾ വെളിച്ചപ്പാടായി, അപ്പോൾ അയാളുടെ ഉള്ളിലേക്ക് ദേവിയുടെ എനർജി കയറി എന്ന് പറയുന്ന പോലെ നമ്മളൊരു വെസലാവുകയാണ്. ഇപ്പം നമ്മളൊരു മരക്കഷ്ണത്തിലേക്ക് ഇലക്ട്രിസിറ്റി ഇടാൻ നോക്കിയാൽ കയറില്ല, ഒരു കോപ്പർ വയർ പിടിച്ചാൽ ഷോക്ക് അടിക്കും. അതെ. അപ്പോൾ ഇങ്ങനെ പലവരുടെയും മെൻറ്റാലിറ്റിയും അവരുടെ എനർജിയും ഡിഫറെൻ്റാണ്. അപ്പോൾ ഒരു അത്ലറ്റിനോട് ഓടാൻ പറഞ്ഞാൽ അയാൾക്ക് ഓടാൻ പറ്റും. ഈ പറഞ്ഞ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണിനോട് ഇതേ കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഫുട്ബോളർ കളിക്കുന്ന പോലെയല്ല ഒരു ചെസ് പ്ലെയർ ഇരിക്കുന്നത്. അപ്പം
എല്ലാവർക്കും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഐതിഹാസത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടീസസിലോ ഉള്ള കാര്യങ്ങൾ അവർ വേറൊരു സ്പേസ് എന്നാണ് പറയുന്നത്. നമ്മളിതിനൊക്കെ ഇന്നത്തെ മോഡേൺ വേൾഡിൽ അതും വെസ്റ്റേൺ സയൻസിൻ്റെ കാഴ്ചപ്പാടിലൂടെ മാത്രം എല്ലാത്തിനും മനസ്സിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗം എക്സ്പീരിയൻസസ് നമ്മൾ അടച്ചു കളയുകയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിനി ആത്മാക്കളെ കാണണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അടച്ചു കളഞ്ഞ പോലെ നമ്മൾ പറയുകയാണ് ഇതൊന്നും സയൻറ്റിഫിക് അല്ല. അപ്പോൾ സയൻറ്റിഫിക് അല്ലാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ ഈ ലോകത്ത്, അതൊക്കെ നമുക്ക് നഷ്ടമാവുകയാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. സയൻസ് ഇസ് ബ്യൂട്ടിഫുൾ, സയൻസ് ഇസ് ഗ്രേറ്റ്, ടെക്നോളജി ഇസ് ഗ്രേറ്റ്. പക്ഷേ അതും ഈ ഇല്ലോജിക്കൽ ആൻഡ് അൺഎക്സ്പ്ലെയിനബിൾ. ഇപ്പോൾ ലവ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും എനിക്ക് സയൻറ്റിഫിക്കലി? പറ്റില്ല. വേണേ പറ്റും. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ പോയി, അത് ന്യൂറോ കെമിസ്ട്രിയിൽ ഇത് ചെയ്തു, ഓക്സിറ്റോസിൻ ബ്രെയിനിൽ റിലീസായി, ഇങ്ങനെ ഫീൽ ചെയ്തു, ഹാർട്ട് റേറ്റ് കൂടി, മറ്റേത് അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ആക്ച്വലി ഒരാൾ ഇഫ് ഹി ഹാസ് നെവർ ഫോളൻ ഇൻ ലവ് ഹി ഡസൻറ്റ് ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ്. സത്യം. അപ്പോൾ ഈ സയൻസ് പ്രോസസ്സ് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും. അതെ, നമ്മൾ സയൻസിന് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് ഗ്രേറ്റ്. നമ്മുടെ ലൈഫ് എത്രത്തോളം ഈസിയാണിന്ന് ബിക്കോസ് ഓഫ് ദ അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. പക്ഷേ അതിലൂടെ എല്ലാ കാര്യത്തിനെയും അമ്മ ഉണ്ടാക്കുന്ന ചായയുടെ രുചി സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കൈപുണ്യം എന്ന് പറയുന്ന കൈപുണ്യത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ എല്ലാത്തിലും ഒരേ ലെൻസ് വെച്ച് നോക്കരുത്. അത് മണ്ടത്തരത്തിൻ്റെ ലക്ഷണമാണ്. അത്രേ ഉള്ളൂ. ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ കർമ്മം ചെയ്യുക, മുക്തി കിട്ടാത്ത ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ എല്ലാവർക്കും ഓരോ ആചാരങ്ങളുണ്ട്. നമ്മൾ മരണശേഷം ഓരോ കൾച്ചറിലും വെച്ചിട്ടുള്ള റൂൾസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ടിബറ്റൻ കൾച്ചറിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവരെത്രയോ ദിവസം ബോഡി വെച്ചതിന് ശേഷമേ അതിനെ അടക്കം ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് ഈ പറഞ്ഞ വിട്ടുപോയ ആ സ്പിരിറ്റിന്, ആ എനർജി, ആ മൈൻഡ്, അതിനൊക്കെ ഇതൊന്ന് പൊരുത്തപ്പെടാനുള്ള ടൈം കൊടുക്കണം എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. ഇപ്പോൾ വേറെ ചിലവരുടെ വിശ്വാസം അന്ന് തന്നെ നമ്മൾ ബോഡി അടക്കണം. ചിലവർ ദഹിപ്പിക്കും, ചിലവർ കുഴിച്ചിടും അല്ലേ? അപ്പം ഇപ്പോൾ പാഴ്സീസ് വിചാരിക്കുന്ന ഇറ്റ് ഹാസ് ടു ഗോ ബാക്ക് ടു ദ സൈക്കിൾ ഓഫ് ലൈഫ്. അപ്പോൾ വൾച്ചേഴ്സ് ആണ്. അപ്പം ഓരോ കൾച്ചറിന് അതിൻ്റെതായ ഒഴുക്കിക്കളയും ചിലവർ. അപ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ്, അത് ഓരോ വിശ്വാസങ്ങളും ഓരോ കൾച്ചറിൻ്റെയും ട്രഡീഷൻ്റെയും ഒക്കെ ബേസിസ് ഉണ്ട്. നമ്മളൊന്നും ആരുമല്ല ഇരുന്നിട്ട് അതിനെ വിലയിരുത്താൻ. ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കൊണ്ട് ഉണ്ടായ ഓരോ ആചാരങ്ങളെ വിലയിരുത്താൻ നമ്മളാരാ? അതെ, നമ്മൾ എന്തിനാ അതിന് വിലയിരുത്തുന്നത്? നമുക്ക് നമ്മുടേതായ വില കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ബോഡീനെ കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ബില്ലിൽ എഴുതി വെക്കാം. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നമുക്ക് അല്ല, ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ ആക്ച്വലി ബില്ല് എഴുതണം. ബിക്കോസ് എനിക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണ്, എല്ലാവരും വെന്റിലേറ്ററിൽ മരിക്കണം അല്ലേ? ഫൈനലി എങ്ങനെയൊക്കെ ആയാലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസം വെന്റിലേറ്ററിൽ കിടക്കണം. ഇതാണ് ഇന്നത്തെ ആചാരം അല്ലേ? സയൻസ് കൂടിയിട്ട്. അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കുക, ഹൗ ആർ വി മേക്കിംഗ് അവർ ലൈഫ് ഈസി ഓർ ഡിഫിക്കൾട്ട്. യെസ്. അപ്പോൾ നമുക്ക് ചെറിയൊരു റാപ്പിഡ് ഫയർ സെക്ഷനിലോട്ട് പോയാലോ? ഇനി അതും ഉണ്ടോ? മടുത്തോ? എന്തെങ്കിലും വേണ്ട, നോ പ്രോബ്ലം. അത് ഫാസ്റ്റ് വേഗം പോവാം. അതിൽ വേറെ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. ആത്മാവിൻ്റെ കളർ എന്തായിരിക്കും? ട്രാൻസ്പെറൻറ്റ്. ഓക്കെ. ആത്മാക്കൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കുമോ? ബോറടിക്കാറുണ്ട് പലർക്കും. അവർ സ്റ്റക്കാണ്. അവർക്ക് എങ്ങനെ ആ സ്റ്റേറ്റിൽ നിന്ന്, ലിംബോ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെ മാറണമെന്ന് അറിയാതെ സ്റ്റക്കായിരിക്കുന്നവരാണ് കൂടുതലും. അതിനാണ് നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്, നമുക്ക് അവരെ ഫ്രീ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. കർമ്മ ഓർ കോയിൻസിഡൻസ്? കർമ്മ വിശ്വസിക്കുന്നുണ്ട്. കർമ്മ ഈസ് ജസ്റ്റ് കോസ് ആൻഡ് ഇഫക്റ്റ്. ഒരു കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല, അതാണ് കർമ്മ. ഓക്കെ. മാനിഫെസ്റ്റേഷൻ ഓർ ഹാർഡ് വർക്ക്? മാനിഫെസ്റ്റേഷൻ ഈസ് ഹാർഡ് വർക്ക്. മാനിഫെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടോ എന്തെങ്കിലും? എല്ലാം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ലൈഫിൽ കോസ് ആൻഡ് ഇഫക്റ്റ്, കർമ്മ കൊണ്ട് ഉണ്ടാവുന്നതെല്ലാം നമ്മൾ എന്തോ ഒന്ന് ചെയ്യുന്നു, അതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെയോ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാണ്. ആദ്യം എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ചിന്ത വേണം, ഒരു ഇൻറ്റൻഷൻ വേണം, ഇന്നത് ചെയ്യണം, ഒരു ഉദ്ദേശം വേണം. ആ ഉദ്ദേശമാണ് മാനിഫെസ്റ്റേഷൻ്റെ ഫസ്റ്റ്
പോയിന്റ്. പിന്നെ അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ദ റെസ്റ്റ് ഓഫ് നമ്മുടെ ഫിസിക്കൽ ഫോം അല്ലാത്ത എൻറ്റയർ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫിസിക്കൽ അല്ലാത്ത എല്ലാം അതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ അടക്കം കോൺട്രിബ്യൂട്ട് ചെയ്യും, ട്രാഫിക് കോൺട്രിബ്യൂട്ട് ചെയ്യും, എല്ലാം നമ്മുടെ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഇതെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഉണ്ടാവുന്നൊരു കാര്യമാണ് ഒരു മാനിഫെസ്റ്റേഷൻ. ഓക്കെ. മെഡിറ്റേഷൻ ഓർ പ്രെയർ? മെഡിറ്റേഷൻ. ബിക്കോസ് പ്രെയർ ഇസ് എന്താ പറയുക, ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മീ. ഗോഡ് വേറെ, ഞാൻ വേറെ എന്ന് പറയുന്നതാണ് പ്രെയർ. അതും ചില സമയത്ത് സംഭവിക്കും. ഇപ്പോൾ നമ്മുടെ ശരീരമാണ്, ഇപ്പം ഞാൻ ഒരു മനുഷ്യനെ കാണുന്നത് 4 ഘടകങ്ങളായിട്ടാണ്. ഒരു മനുഷ്യൻ, അയാളുടെ ശരീരം ഫിസിക്കൽ, അയാളുടെ മൈൻഡ് മെൻറ്റൽ, അയാളുടെ എനർജറ്റിക് പ്ലെയിൻ അയാളുടെ എനർജി, അയാളുടെ ബോധം അയാളുടെ കോൺഷ്യസ്നസ്. അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് 4 ഘടകങ്ങളാണ്: ശരീരം, മനസ്സ്, ഊർജം, ബോധം. ഈ 4 ഘടകങ്ങളുള്ള ഒരു വ്യക്തി, ഈ കോൺഷ്യസ്നെസ്സാണ് ഗോഡ്. ഈ ശരീരമാണ് അതിൻ്റെ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ. ഈ ശരീരം ഇതേ കോൺഷ്യസ്നെസ്സിനോട് പ്രാർത്ഥിക്കും. ബിക്കോസ് അതിന് മരണമുണ്ട്, ശരീരത്തിന് പേടിയുണ്ട്. അയ്യോ ഇത് സംഭവിച്ചാൽ, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഞാൻ മരിക്കും. അപ്പോൾ പെട്ടെന്ന് അതുകൊണ്ടാണ് ദൈവമേ എന്ന് വിളിച്ചു പോകുന്നത്. ആരാ വിളിക്കുന്നത്? ബോഡി. അപ്പോൾ ഐ പ്രിഫർ ടു ലിവ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. ഞാൻ ബോധമാണ് എന്നുള്ള അറിവിലൂടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. അതാണ് മെഡിറ്റേഷൻ. നമ്മൾ മെഡിറ്റേറ്റ് നിലനിൽക്കും, അതെപ്പോഴും ഉള്ളതാണ്, എവിടെയും പോകുന്നില്ല കോൺഷ്യസ്നെസ്. ബിക്കോസ് ബോഡീനെ ഒരു സൈഡിൽ സൈലൻ്റായിട്ട് ഇരുത്തി മൈൻഡിനെ ഓഫാക്കി എനർജീനെ കമ്പോസ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിലിരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ബോധമായിട്ടിരിക്കുകയാണ്. വി ആർ ജസ്റ്റ് കോൺഷ്യസ്നെസ്. പക്ഷെ ബോഡി അവിടെയുണ്ട്. ബോഡി ഇല്ലാതെ ആരും മെഡിറ്റേറ്റ് ചെയ്യും ഇല്ല. അപ്പോൾ അതാണ് മെഡിറ്റേഷൻ. പ്രെയർ ഇസ് വെയർ മൈ ബോഡി ഈസ് പ്രേയിങ് ടു കോൺഷ്യസ്നെസ്. സോ ഐ പ്രിഫർ മെഡിറ്റേഷൻ. അത് കൊള്ളാം. ഓക്കെ. ഗോസ്റ്റ് ഓർ ഗാർഡിയൻ ഏഞ്ചൽ? ഗാർഡിയൻ ഏഞ്ചൽ. അത് എന്തുകൊണ്ടായിരിക്കും? അതിന് വേറെ എക്സ്പ്ലനേഷൻസ് ആവശ്യമില്ല. ബിക്കോസ് ഗാർഡിയൻ ഏഞ്ചൽ നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ കെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എനർജി ഫോമാണ്. ഓക്കെ. അടുത്തത്, ഹെവൻ ഓർ അനദർ സീസൺ ഓൺ എർത്ത്? ഐ ഡോണ്ട് ബിലീവ് ഇൻ ബോത്ത്. ഓക്കെ. അനദർ സീസൺ ഓൺ എർത്ത് എന്ന് പറയുമ്പോൾ ഈ പുനർജന്മം, അതെ, രണ്ടും സാധ്യമല്ല. ബിക്കോസ് നിങ്ങൾക്ക് ജനറലി വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ പുനർജന്മം എടുക്കുന്നത് എന്തിനാണ്? മനസ്സിലാവാത്ത കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ എല്ലാ പരീക്ഷയും എഴുതി ഡിസ്റ്റിങ്ഷൻ കിട്ടിയാൽ വീണ്ടും ആ സബ്ജക്റ്റ് പഠിക്കുകയും വേണ്ട, ഇനി പരീക്ഷ എഴുതണ്ട, സപ്ലൈ എഴുതണ്ട. ഓക്കെ. അപ്പോൾ ചേച്ചി പറഞ്ഞ മുൻജന്മം അതെന്തായിരിക്കും? അതെ, മനസ്സിലാവാത്ത കാര്യങ്ങൾ തീർക്കാൻ. ഓക്കെ. ഇപ്പോൾ എനിക്ക് ഐ നോ വാട്ട് ലൈഫ് ഇസ്, ഐ നോ വാട്ട് ഐ ആം. എ സെൽഫ് റിയലൈസ്ഡ് പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ടു ബി ബോൺ അഗെയിൻ ഇൻ ടു ദിസ് സൈക്കിൾ. ഓക്കെ. അപ്പോൾ ഈ മുൻജന്മത്തിൽ അത് മനസ്സിലായിരുന്നില്ല? ഉറപ്പായിട്ടായിരുന്നില്ല. ഞാൻ ഈ പ്രാവശ്യം ജനിക്കുമ്പോഴേ എല്ലാം മനസ്സിലായിട്ടല്ല ജനിച്ചത്. എനിക്ക് പിന്നെയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ലൈഫ്, വാട്ട് ഈസ് എ ഹ്യൂമൻ ബീങ്, വാട്ട് ഈസ് സെൽഫ് റിയലൈസേഷൻ, വാട്ട് ഈസ് ഗോഡ്. ഓക്കെ. ഇപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ആയ സ്ഥിതിക്ക് ഇനി തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഇല്ല. ഈ 63 വയസ്സിലാ മരിച്ചത് അതിനും ഇടയിൽ ഒരു ഷോർട്ട് ലൈഫ് സ്പാൻ ഉണ്ട് 29 ഇയേഴ്സിൻ്റെ. അതിന് മുമ്പുള്ളതാണ് 63 ഇയേഴ്സിൽ മരിച്ച ഒരു മെയിൽ മോങ്ക്, ബുദ്ധിസ്റ്റ് മോങ്ക്. അപ്പോൾ അങ്ങനെ കുറേ ലൈഫ് ടൈംസ് ആയിട്ട് ഞാൻ സ്പിരിച്വൽ സെർച്ചിൽ ജീവിച്ച ജീവിതങ്ങളുണ്ട്. സോ ഇത് ഞാൻ പല ഇൻ്റർവ്യൂസിൽ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വാട്ട് ഈസ് ലൈക്ക്, എനിക്ക് തോന്നുന്നു വേറൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഈ അടുത്ത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. വാട്ട് ഈസ് എ സോൾ ആൻഡ് ഹൗ ഇസ് ഇറ്റ് ട്രാവലിംഗ് ത്രൂ ലൈഫ് ടൈംസ്. അപ്പോൾ വീണ്ടും റാപ്പിഡ് ഫയർ, വീണ്ടും എക്സ്പ്ലനേഷൻ ആയിട്ടോ. ബിക്കോസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ, കഴിഞ്ഞ ദിവസം എന്നോടൊരു ഇൻ്റർവ്യൂവിൽ സ്പിരിച്വാലിറ്റി ഓർ സയൻസ് എന്ന് ചോദിച്ചു ഇതുപോലെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചോയ്സ് പറഞ്ഞതാണ്. ഉടനെ ആൾക്കാർ, ഷീ ഈസ് എ ഫൂൾ, സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് ദ മെയിൻ തിങ്, സയൻസ് ഇസ് എവറിത്തിങ്. അതെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് പറയാണ്, എൻ്റെ കാഴ്ചപ്പാട് പറയാണ്. സോ ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇതൊരു സയൻസിൻ്റെ ലോ അല്ല, ഞാൻ പറയുന്നൊരു എക്സ്പ്ലനേഷനാണ്. ബിക്കോസ് നമുക്ക് വാക്കുകളില്ലാത്ത കാര്യങ്ങളെ വാക്കുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നതുകൊണ്ടുള്ള പരിമിതികളാണ്. അതെ.
വാട്ട്സ് എ സോൾ? അക്കോർഡിംഗ് ടു യു, വാട്ട്സ് എ സോൾ? സോൾ അതിനെ കാണാനും ഒന്നും പറ്റില്ലല്ലോ. അത് പക്ഷെ എന്താണ് സോൾ? എൻ്റെ ആത്മാവിനെ എങ്ങനെ പറയാൻ പറ്റും? എന്താണ് അത്? ആത്മാവ് എന്താണ്? ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ബോഡി ഇവിടെ ഇല്ലെങ്കിലും ആ സോൾ. അപ്പം ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ബോഡി, മൈൻഡ്, എനർജി, കോൺഷ്യസ്നെസ്, ഈ 4 കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഒരു ഹ്യൂമൻ ബീങ്. അതിൽ ബോഡി ഒഴിച്ച് ബാക്കി എല്ലാം ഇൻവിസിബിളാണ്. ബോഡി മാത്രമേ ഉള്ളൂ ഫിസിക്കൽ. അപ്പം ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ പോർഷനില്ലേ, നമ്മൾ ഇതിനെയാണ് ജനറലി സോൾ എന്ന് വിളിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ബോഡി ഇല്ലാത്ത ബാക്കി പോകാം. ശരി, സമ്മതിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കോൺഷ്യസ് എനർജി ഓർ ബോധമുള്ള ഊർജം, വിച്ച് വി കോൾ ലൈഫ്, ഇതാണ് ലൈഫ്, ഇതാണ് സോൾ. പക്ഷേ എല്ലാം ലൈഫല്ലേ. അപ്പോൾ ഇപ്പം എത്രത്തോളം ലൈഫ് ഉള്ളിലേക്ക് ശ്വാസം വലിക്കും? ഇവിടെ ഇപ്പോൾ ലൈഫ് ഉണ്ടല്ലോ, ഇത് ശ്വസിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വാക്യൂമിൽ ജീവിക്കാൻ പറ്റില്ല. മൂക്ക് പൊത്തി വായം പൊത്തി വെച്ചാലും ജീവിക്കാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഈ ലൈഫ് അകത്തോട്ട് കയറുന്നില്ല, ഈ ബോഡിക്ക് അകത്തോട്ട്. അപ്പം ഈ സോൾ എന്ന് പറയുന്നത് ഇസ് വൺ യൂണിറ്റ് ഓഫ് ലൈഫ് വിച്ച് ഇസ് ഫിക്സ്ഡ്, വിച്ച് ഹാസ് ഡിസൈഡഡ് ടു ടേക്ക് എ ജേർണി. ആൻഡ് ഈ ജേർണിയിൽ ഓരോ ബോഡി എടുക്കും. ആ ബോഡിയുടെ മൂക്കും വായം പൊത്തി കഴിഞ്ഞാൽ ആ ബോഡി പോയി. പക്ഷെ ലൈഫ് എവിടെ പോയി? അതുണ്ട്, അവിടെ തന്നെ ഉണ്ട് അല്ലേ? അവിടെ തന്നെ ഉണ്ട്. അതെ, അടുത്ത ആൾക്ക് ശ്വസിച്ചെടുക്കാം എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഈ ഒരു മെമ്മറി ഉണ്ട്. ദർ ഇസ് എ ലൈൻ ഗോയിങ് ഓൺ. വൈ? ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ഓഫ് ആസ് ലൈഫ്. എനിക്ക് ഞാൻ ലൈഫാണെന്ന് വീണ്ടും തിരിച്ച് ഓർമ്മ വരുന്നവരെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ജേർണി. അതിനാണ് സെൽഫ് റിയലൈസേഷനാണ് ഒരു ഫുൾ സർക്കിൾ എന്ന് പറയുന്നത്. സോ ഞാൻ എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഇനി ഞാനിത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതുവരെ അല്ലെങ്കിൽ ഞാൻ ആദ്യം ബസ് പിടിക്കും, പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാറ് പിടിക്കും, പിന്നെ കാറിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ പോവും, പിന്നെ സ്കൂട്ടറിൽ പോവും. ഈ പല വെഹിക്കിൾസാണ് ആ ബോഡീസ്. അതെ. സോ ഇതിനെയാണ് നമ്മൾ ഒരു ജന്മം, അടുത്ത ജന്മം, അതിൻ്റെ അടുത്ത ജന്മം എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും ഇതെന്താ? ഇതൊരു സീരീസാണ്. ഇതൊക്കെ എപ്പിസോഡ്സ് ആയിരുന്നു. ഓക്കെ, സെയിം സീരീസ്. അപ്പം അതിന് ചെയ്ത് തീർക്കാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത വണ്ടിയിൽ കയറില്ല. ആവശ്യമില്ലല്ലോ. നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഡെസ്റ്റിനേഷൻ എവിടെയായിരുന്നു? നമ്മൾ തുടങ്ങിയെടുത്തല്ലേ. അടിപൊളി. അടുത്തത്, ഒരു സോൾ അടുത്ത ജന്മത്തിൽ അതിൻ്റെ ജെൻഡർ ചേഞ്ച് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ടോ? യൂഷ്വലി യെസ്. ബിക്കോസ് നമ്മൾ യൂഷ്വലി ഓൾട്ടർനേറ്റ് ചെയ്യും. ഇപ്പോൾ തോന്നുന്നില്ലേ, ഒരു ആണായിട്ട് ജനിച്ചായിരുന്നെങ്കിൽ അപ്പോൾ ഒരാണായിട്ട് ജനിക്കും. അപ്പോൾ മനസ്സിലായി, അയ്യോ ഇത് ഭയങ്കര പ്രശ്നമാണ്, ഒരു പെണ്ണായിട്ട് ജനിക്കും. അങ്ങനെ ഇങ്ങനെ മാറി മാറി ഓരോ ജനറേഷനിൽ ഇപ്പോൾ പെണ്ണായിട്ട് ജീവിക്കുന്നതാണല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ ഈസിയർ. ബിക്കോസ് ഇപ്പോൾ ലോസൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായി, സ്ത്രീകൾക്ക് ഒരുപാട് റൈറ്റ്സായി, സ്ത്രീകൾക്ക് സംരക്ഷണമായി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സ്ത്രീയായിട്ട് ജീവിക്കുന്നത് കൊള്ളാം. കുറച്ച് മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു പുരുഷനായിട്ട് ജീവിക്കുമ്പോഴായിരുന്നു കൂടുതൽ ഫ്രീഡം ഉള്ളത്. അപ്പോൾ നമ്മൾ പല സമയത്ത് ഇങ്ങനെ മാറി മാറി ജെൻഡേഴ്സ് മനസ്സിലാക്കണമായിരുന്നു എൻ്റെ പഴയത് എങ്ങനെയാണ്. അത് അതിന് കുറേ വഴികളുണ്ട്. വൺ ഈസ് കോൾഡ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. അത് വേറെ ആൾ നമ്മുടെ മേൽ ഹിപ്നോസിസ് പോലത്തെ ഒരു പ്രോസസ്സിലൂടെ നമ്മളെ മെമ്മറീസിലേക്ക് ഓപ്പൺ ചെയ്ത് എടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ അത് വേറൊരാൾ ഇൻവോൾവ് ആണ്. നമ്മൾ സ്വയം ചെയ്യണമെങ്കിൽ ആദ്യം മെഡിറ്റേഷൻ പഠിച്ച് മെഡിറ്റേഷനിൽ ഇരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മനസ്സിന് ഇങ്ങനത്തെ ഒരു കാര്യം വന്നാൽ അതിനെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ ചെതറിപ്പോവും. ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങിയ ഉടനെ ഞാൻ ആദ്യം സെർച്ച് ചെയ്ത മെഡിറ്റേഷൻ ക്ലാസ്സസ്. മെഡിറ്റേഷൻ ക്ലാസ്സസിനേക്കാളും ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഒരു ബുക്ക് കോൾഡ് വിഗ്യാൻ ഭൈരവ് തന്ത്ര. ഇതാണ് ലാലേട്ടൻ എനിക്ക് റെക്കമെൻഡ് ചെയ്ത് തന്ന ബുക്ക്, വിച്ച് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്സ് ഓൺ എർത്ത്. ലൈഫ് ചേഞ്ചിങ് ആണ്. 112 മെഡിറ്റേഷൻ ടെക്നിക്സ്. അത് എനിക്ക് 2.5 കൊല്ലം എടുത്തു ആ ബുക്ക് ചെയ്യാൻ, ബിക്കോസ് അത് മെഡിറ്റേഷൻ ടെക്നിക്സ് ആണ്. അപ്പോൾ ഇഫ് യു ആർ റെഡി ഫോർ ദാറ്റ് ജേർണി, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ലാസ്റ്റ് വൺ ആണ്. ഏറ്റവും മിസ്അണ്ടർസ്റ്റുഡ് ആയ സ്പിരിച്വൽ കോൺസെപ്റ്റ്? സെൽഫ് റിയലൈസേഷൻ. ഓക്കെ, അതെ, ദാറ്റ് ഈസ് വാട്ട് ഇസ് സെൽഫ്. പല പുസ്തകങ്ങളിലും പല എൻലൈറ്റൻഡ് മാസ്റ്റേഴ്സും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ലൈഫ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. സോ ഐ ഫീൽ ദാറ്റ് ഈസ് വേർ ദൈവത്തിൻ്റെ ആത്മകഥ അല്ലെങ്കിൽ ദ ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ എൻ്റെ ബുക്കിൽ എനിക്കത് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്
ലൈഫ് ഈസ് കോൺഷ്യസ് എനർജി. വാട്ട് ഇസ് സെൽഫ്? സെൽഫ് ഇസ് ലൈഫ്. വാട്ട് ഇസ് ഗോഡ്? ഗോഡ് ഈക്വൽസ് ലൈഫ്. ഗോഡ് ഈക്വൽസ് ലൈഫ്, ലൈഫ് ഈക്വൽസ് കോൺഷ്യസ് എനർജി, ബോധമുള്ള ഊർജ്ജം. ഇപ്പോൾ ഇതെല്ലാം ഇത്രയും ഇൻ്റർവ്യൂ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും, വിശ്വസിക്കണോ അതോ എന്താ ചെയ്യേണ്ടത്, നെഗ്ലക്ട് ചെയ്യണോ? ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും വേറൊരാൾ പറഞ്ഞത് വിശ്വസിക്കരുത്. അപ്പോൾ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയി മാറും. അതെ, ഈ സ്പിരിച്വാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിച്ച് വരുന്ന ഒരാളായിരിക്കും മേ ബി എന്നെ പോലെ. അവർക്ക് എന്ത് മൈൻഡ് സെറ്റോടുകൂടി വേണം അവർ വരാനായിട്ട്? ഒരു സ്റ്റുഡൻറ്റ് മൈൻഡ് സെറ്റ് വേണം, ഒരു ഓപ്പൺ മൈൻഡ് വേണം. പക്ഷേ ആ ഓപ്പൺ മൈൻഡിൻ്റെ അർത്ഥം ഇതല്ല, ഓ ലെന ചേച്ചി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ്, അങ്ങനെയല്ല. അത് ലെന ചേച്ചിയുടെ പേഴ്സ്പെക്റ്റീവാണ്. ഇനി ഞാൻ ഈ ഡയറക്ഷനിൽ ജനറലി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ തന്നെ എൻ്റെ ഓൺ അവലോകനം നടത്തട്ടെ കാര്യങ്ങളെക്കുറിച്ച്. സെൽഫായിട്ടൊന്ന് സ്റ്റഡി ചെയ്യട്ടെ. ബിക്കോസ് സെൽഫ് റിയലൈസേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഐ ആം നോട്ട് യുവർ സെൽഫ് അല്ലേ? യു നോ ദറ്റ് യു ഹാവ് എ സെൻസ് ഓഫ് സെൽഫ്. ബൈ ദ ടൈം നിങ്ങൾക്കിത് തിരിച്ചറിവ് വരുമ്പോഴേക്കും നമ്മളെല്ലാം ഒന്നാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു കംപ്ലീഷൻ മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് മനസ്സിലാവുക ദാറ്റ് സെൽഫ് ആൻഡ് ദിസ് സെൽഫ് ആർ ദ സെയിം. ബിക്കോസ് നമ്മളെല്ലാവരും നമ്മളെ തന്നെ ഞാൻ എന്ന് വിളിക്കുന്ന പോലെ ആ ഞാനിൻ്റെ അർത്ഥം ഒന്നാണ്. ചേച്ചി, അപ്പോൾ ഒരുപാട് സന്തോഷം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കോൺവെർസേഷൻ. എനിക്കും ഞാൻ നൂറിൻ്റെ അടുത്തുള്ള കോൺവെർസേഷൻ ഇത്രയും പ്ലസൻറ്റും ഇത്രയും ആഴത്തിലേക്കുള്ള കോൺവെർസേഷൻ ആയിരിക്കുന്നത് പ്രതീക്ഷിച്ചില്ല. ഞാൻ കുറേ കൂടെ യങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, ഇത്രയും ഡെപ്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഐ എം വെരി ഹാപ്പി ദറ്റ് ഐ കുഡ് ടോക്ക് ടു യു. താങ്ക് യു സോ മച്ച് ചേച്ചി.